ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ആപ്പിൾ ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. മിക്സിയുടെ ജാറിലാണ് നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ കേക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കേക്കാണിത്. ആദ്യം തന്നെ ഒരു അരിപ്പെടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 കപ്പ് കറക്റ്റായിട്ട് തന്നെ അളന്നിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അളവൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം. നമ്മൾ എത്രത്തോളം അരിച്ചെടുക്കുന്നു അതിനനുസരിച്ചിട്ട് കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 കോഴിമുട്ടയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ 4 എടുത്തിട്ടുള്ളത്. നിങ്ങൾ വലിയ മുട്ടയാണെങ്കിൽ 3 എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ നനവൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് തന്നെ തുടച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അടിച്ച് ഞാൻ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്, പൊടിച്ച പഞ്ചസാരയൊന്നും അല്ല കേട്ടോ. ഇനി ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പഞ്ചസാര അലിയുന്നത് വരെ നമുക്കിതൊന്ന് ഓണാക്കി കൊടുക്കുക. ഇനി ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് അടിക്കരുത്, നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് വേണം ബാക്കിയുള്ള ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മിക്സിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറേശ്ശെ വേണമെങ്കിൽ ഇട്ടിട്ട് അടിക്കാം. ഞാനിത് ഒന്നിച്ച് തന്നെയാണ് ഇട്ടിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ മൈദ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഓണാക്കുന്നുള്ളൂ മിക്സി. ഇല്ലെങ്കിൽ ഇതൊന്നായിട്ട് ചിലപ്പോൾ കട്ടായി പോകും. അപ്പോൾ നമുക്ക് ഇത് മിക്സി ഓണാക്കുന്ന സമയത്ത് കറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത്. അതുകൊണ്ട് ഒന്നും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ആപ്പിളിൻ്റെ പകുതി ഞാൻ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയതാണത്, ഇതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും നമ്മൾ വെള്ളത്തിൻ്റെ നനവൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മളൊന്ന് അടിച്ചെടുക്കുക. ഒരുപാട് പ്രാവശ്യം അടിക്കരുത് കേട്ടോ, ഓണാക്കരുത് മിക്സി. നമ്മൾ ലാസ്റ്റ് പൊടി ചേർത്തതിന് ശേഷം തന്നെ നമ്മളൊന്ന് കറക്കിയെടുക്കാൻ പാടുള്ളൂ. ഇനി ഞാനൊരു കേക്ക് ടീന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ പുരട്ടിയിട്ട് മൈദ തൂവി എടുത്തിട്ടുള്ള ഒരു കേക്ക് ടീനാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബട്ടർ പേപ്പർ വേണമെങ്കിൽ വെക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുക. അപ്പോൾ ചെറിയ ടിൻ എടുക്കണമെങ്കിൽ നല്ല ഹൈറ്റുള്ള കേക്ക് കിട്ടും കേട്ടോ. അത് വലിയ ടിന്നാകുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ കുറേ എടുക്കാണ്ടാവും, പക്ഷേ ഹൈറ്റ് കുറവായിരിക്കും കേക്കിന്. ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ തട്ടുന്നതിനനുസരിച്ച് ബബിൾസൊക്കെ മുകളിൽ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തട്ടി കൊടുക്കുക. ഇനി കുറച്ച് ആപ്പിളിൻ്റെ സ്ലൈസസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് വെക്കാം. ഓരോ സ്ലൈസും എടുത്തിട്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ട് കുറച്ചുണ്ട് കേട്ടോ. നമ്മൾ ഒന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടില്ല. ഈ ഒരു പഴയ ചട്ടി, ഉപയോഗിക്കാത്തൊരു ചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു തട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ കേക്ക് ബാറ്ററിൻ്റെ പാത്രം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് നമ്മൾ കേക്ക്
ബാറ്റർ ഒഴിച്ചിട്ടുള്ള പാത്രം വെച്ചിട്ടുള്ളത്. ഇത് നമുക്കിത് അടച്ചിട്ട് ഒരു 35 മിനിറ്റ് വെക്കണം. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്ക് കൂടുതൽ വെക്കേണ്ടി വരും. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്നിട്ടുള്ളത്. അപ്പോൾ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലീനായി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ തണുത്തിട്ട് നമുക്ക് റീമോൾഡ് ചെയ്യാം അതിൽ നിന്ന്. അപ്പോൾ നമുക്ക് സൈഡൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് അടർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് റീമോൾഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ കേക്ക്. അപ്പോൾ അടിയൊന്നും കരിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കാണിത്. നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ മാത്രമേ നമ്മളിതിന് ഉപയോഗിച്ചിട്ടുള്ളൂ. ആപ്പിളൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് അടുത്തൊരു ഇതിൽ കാണാം ഇൻഷാ അല്ലാഹ്.